നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇത്രയും നാൾ മാളത്തിൽ ഒളിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ തലവന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു മിന്നൽ നീക്കത്തിലൂടെ ഇസ്രയേലി നേതാക്കളെയൊക്കെ തന്നെ കനത്ത വ്യോമാക്രമണം നടത്തി ബെയ്റൂട്ടിന് തീയിട്ടുകൊണ്ട് ഹിസ്ബുള്ള താവളങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് രാജ്യത്തെ ആകമാനം സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഇനിയൊരു ആക്രമണം ഉണ്ടായാലെല്ലാം ചുട്ട് ചാമ്പലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ള തലവൻ തന്നെ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രയേൽ ഇങ്ങനെ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കും മറ്റു മാർഗമില്ല, ബദൽ വഴി തേടേണ്ടി വരുമെന്നാണ് താക്കീത്. ഹിസ്ബുള്ള സെക്രട്ടറി ജനറലായിട്ടുള്ള ഷെയ്ഖ് നെയിം കാസിമാണ് ഇങ്ങനെ ഒരു ഭീഷണിയുമായി രംഗത്ത് വരുന്നത്. പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള അന്താരാഷ്ട്ര ഖുദ്സാ ദിനത്തിൽ സംസാരിക്കുന്ന വേളയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു താക്കീത് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത്. പലസ്തീൻ്റെ മോചനം ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിലൊരു മാറ്റവുമില്ല. സയ്യിദ് ഹസൻ നസ്രുള്ള അടക്കം നൂറുകണക്കിന് ആളുകൾ ആ ലക്ഷ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായതാണ്, പോയ വഴിയിൽ വീണ് മരിച്ചവരാണ്. അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നതും പലസ്തീനെ പിന്തുണയ്ക്കുന്നതുമാണ് ലബനന്റെ ഏറ്റവും മികച്ച താൽപ്പര്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായി നെയിം ഖാസിം പറയുന്നു. പക്ഷേ ലബനൻ എന്ന രാജ്യത്തിൻ്റെ താല്പര്യം അതല്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. എല്ലാ പരിധികളും മറികടക്കുന്ന ഒരു ശത്രുവായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ വളരെ ഗൗരവത്തോടെ ഇസ്രയേൽ നോക്കിക്കാണുകയും അതിനുള്ള തക്കതായ മറുപടി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം നൽകുമെന്നും ഇതിനോട് പിന്നാലെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതിരോധത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള പാലിച്ചെങ്കിലും ഇസ്രയേൽ പാലിച്ചില്ല. അതുകൊണ്ട് ആക്രമണങ്ങൾ തുടർന്നാൽ ബദൽ മാർഗങ്ങൾ തങ്ങൾ തേടുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു താക്കീത് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള മറുപടി കൃത്യമായി നെതന്യാഹു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗാസയിൽ ആക്രമണം നേരത്തെ പുനരാരംഭിച്ചതിന് പിറകെയാണ് ലബനിലെ തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ വ്യോമാക്രമണം ഘടിപ്പിച്ചതും. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ആക്രമണം. അതിൽ ചുട്ടെരിച്ചത് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള ആയുധപ്പുരകളെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയുമായിരുന്നു. ലബനൻ നഗരമായ ബെയ്റൂട്ടിലാണ് ഇസ്രയേൽ വ്യോമസേന ഇങ്ങനെ ശക്തമായൊരു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ നവംബറിന് ശേഷം തന്നെ നടന്ന ഏറ്റവും വലിയൊരു ആക്രമണമായി ബെയ്റൂട്ടിലെ ആക്രമണത്തെ നോക്കിക്കാണാവുന്നതുമാണ്. ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ പ്രയോഗിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇസ്രയേൽ കടുത്ത പ്രത്യാക്രമണം നടത്തിയത്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന UAVകൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളെ ഈ ആക്രമണത്തിലൂടെ തകർത്തുവെന്നും ഇസ്രയേൽ സൈന്യം തന്നെ അവകാശപ്പെടുകയാണ്. ആക്രമണത്തിന് മുൻപ് മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. നവംബറിൽ ഇസ്രയേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രയേൽ സേന വലിയൊരു വ്യോമാക്രമണം നടത്തേണ്ടി വന്നിരിക്കുന്നത്. ഡ്രോണുകൾ സൂക്ഷിച്ചിരുന്ന ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയാണ് ഈ ബോംബ് വർഷം. ലബനിലെ തെക്കൻ പ്രാന്തപ്രദേശമായിട്ടുള്ള ദഹിയയിൽ ഈ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും പുക ഉയരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പർവ്വത മേഖലകളിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഇസ്രയേൽ ലബനൻ അതിർത്തിക്കുള്ള കിരിയാത് ഷമോണ, ഗലീലി തുടങ്ങിയ മേഖലയിലാണ് ഈ റോക്കറ്റ് ആക്രമണം നടന്നത്. ഇതിന് പിറകെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ ബെയ്റൂട്ടിലും സമാധാനം ഉണ്ടാകില്ല എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള ഇസ്രയേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകിയത്. പ്രതിരോധ മന്ത്രി ഈ പ്രസ്താവന നടത്തി ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെ സൈന്യത്തിന് വ്യോമാക്രമണവും ആരംഭിച്ചു. കഴിഞ്ഞ നവംബർ 27-നാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത്. ഇതിനുശേഷം നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കുന്നതാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ കടന്നുകയറ്റമെന്ന് പ്രകോപന ശ്രമമെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും. ഈ ബോംബാക്രമണം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇസ്രയേലി സൈന്യം അവിടെ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ദഹിയയിലെ കെട്ടിടം ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും മുൻകൂട്ടി തന്നെ നൽകിയിരുന്നു. നിങ്ങൾ ഹിസ്ബുള്ള താവളത്തിനടുത്താണ് താമസിക്കുന്നത്. ദഹിയയിലെ 2 സ്കൂളുകൾക്ക് സമീപമുള്ള കെട്ടിടങ്ങളെ കാണിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേൽ വക്താവ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. ഈ മുന്നറിയിപ്പിന് പിറകെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ഒരു ട്രക്കും ഹിസ്ബുള്ളയുടെ ഡ്രോൺ സംഭരണ കേന്ദ്രവും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. കൃത്യമായ ആക്രമണമായിരുന്നു ഇവിടെ നടത്തിയതെന്നും സൈനിക വക്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വ്യക്തമായ ലക്ഷ്യങ്ങളും തങ്ങൾക്കുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഈ മുന്നറിയിപ്പ് കിട്ടിയതിന് പിന്നാലെ ദഹിയയിലെ പരിസരവാസികൾ വളരെ വേഗത്തിൽ അവിടെ നിന്നും പലായനം ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ മുന്നറിയിപ്പ് കാണാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ ആകാശത്തേക്ക് വെടിവെച്ചതും കണ്ടിരുന്നു. ഇതിനിടയിൽ ലബനിൽ നിന്ന് വന്ന 2 റോക്കറ്റുകൾ തകർത്തുവെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ 2ാം തവണയാണ് ഇസ്രയേലിന് നേർക്കൊരു റോക്കറ്റ് ആക്രമണം ലബനിൽ നിന്നും നടത്തുന്നത്, അതും ഹിസ്ബുള്ള. വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും അതിനെയും ഹിസ്ബുള്ളയുടെ റോക്കറ്റായി തന്നെയാണ് നോക്കിക്കാണുന്നത്. വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ ഒഴിഞ്ഞുപോകൽ മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ തെക്കൻ ലെബനിൽ ഇസ്രായേൽ സേന ഒട്ടനവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. കൂടുതൽ ആക്രമണങ്ങളെ ഭയന്ന് ആ മേഖലയിലെ സ്കൂളുകൾക്ക് പോലും അവധി പ്രഖ്യാപിച്ചു.
ലെബനനിൽ 13 മാസം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 4000-ഓളം പേർ കൊല്ലപ്പെടുകയും ഏകദേശം 10 ലക്ഷത്തോളം പേർ വീട് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഇങ്ങനെ ഒരു ആക്രമണം കടുത്തുപോകുന്ന സാഹചര്യത്തിൽ ലെബനൻ സർക്കാരും വേണ്ട വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. എല്ലാ മേഖലകളിലും സൈന്യത്തെ വിന്യസിച്ചുവെന്നാണ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ വ്യക്തമാക്കുന്നത്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിറകെയാണ് ഇങ്ങനൊരു നീക്കം നടത്തിയത്. ലെബനനെ ഒരു കാരണവശാലും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ലെബനനെ ഈ യുദ്ധത്തിലേക്ക് നയിക്കുന്ന നീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. മേഖലയിൽ നവംബറിൽ വെടിനിർത്തൽ നടന്നതിന് ശേഷം വീണ്ടും അശാന്തി പടരുന്നു. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനവും ഏറെ ഭീതിജനകമാണ്. ബെയ്റൂട്ട് ആക്രമണത്തിന് പിറകെ ഇങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഭീഷണി ഉണ്ടായാൽ ലെബനിലെ എല്ലായിടത്തും ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഭീതി പടരുന്നത്. കഴിഞ്ഞ ദിവസം 15 ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞത്. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ളയാകട്ടെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കരാർ പാലിക്കാനായി തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, പക്ഷേ ഇസ്രായേലാണ് അതിന് തയ്യാറാകാത്തത് എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങളിലൂടെ ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം 2 ദിവസം മുൻപ് മധ്യസ്ഥരായ ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും ലഭിച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചുവെന്നാണ് പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ തലവൻ ശനിയാഴ്ച പറഞ്ഞത്. 2 ദിവസം മുൻപ് ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥരിൽ നിന്നും ഞങ്ങൾക്കൊരു നിർദ്ദേശം കിട്ടി. ഞങ്ങളത് പോസിറ്റീവായി തന്നെ കൈകാര്യം ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ഒരു ടെലിവിഷനിലൂടെ ഖലീൽ അൽ ഹയ്യ ഹമാസ് പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശം അതിനെ ദുർബലപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2023 ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഗാസയിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള പരോക്ഷ ചർച്ചകളിൽ ഹമാസ് ചർച്ചാ സംഘത്തെ നയിക്കുന്ന ഹയ്യ ഇങ്ങനെയാണ് പറഞ്ഞത്. പരിവർത്തന ഘട്ടം ഉൾപ്പെടുന്ന പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് ഇസ്രായേലിൽ നിന്നും ഈജിപ്തിന് നല്ല സൂചനകൾ കിട്ടുന്നുണ്ട്. സുരക്ഷാ വൃത്തങ്ങൾ റോയിറ്റേഴ്സിനോട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഹമാസ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന 5 ഇസ്രായേലി ബന്ദികളെ എല്ലാ ആഴ്ചയും മോചിപ്പിക്കണമെന്ന നിർദ്ദേശത്തെ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് നിരവധി കൂടിയാലോചനകൾ നടത്തി അമേരിക്കയുമായി പൂർണ്ണ ഏകോപനത്തോടെ ഇസ്രായേൽ മധ്യസ്ഥർക്ക് ഒരു എതിർ നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസും സമ്മതം നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തമായൊരു പ്രതികരണം വന്നിട്ടില്ല. എന്തായിരുന്നാലും അതിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഘട്ടം ഘട്ടമായി തന്നെ ഒരു വെടിനിർത്തൽ നടത്താമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ മുന്നോട്ട് പോയിരുന്നു. 15 മാസത്തെ ഈ യുദ്ധത്തിന് ശേഷം ജനുവരി 19-ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ആദ്യ ഘട്ടം പ്രാബല്യത്തിൽ വന്നു. യുദ്ധം അവസാനിപ്പിക്കുക, ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക, ചില പലസ്തീൻ തടവുകാരെ തിരിച്ചു മോചിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് ഉൾപ്പെടുന്നത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന കരാറിന്റെ 2ാം ഘട്ടം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനുമുള്ള കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകാനാണ് നേരത്തെ നിർദ്ദേശിച്ചത്. 2ാം ഘട്ടം ആരംഭിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യ 42 ദിവസത്തെ ഘട്ടം വിപുലീകരിക്കാൻ ഇസ്രായേൽ ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഹമാസിനോട് നിരായുധീകരിക്കണമെന്ന ആഹ്വാനം നൽകിയതിന് മറുപടിയായി ഗ്രൂപ്പിന്റെ ആയുധശേഖരം ഒരു ചുവന്ന വരയാണെന്നും ഇസ്രായേൽ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ ഒരിക്കലും ആയുധം താഴെ വെക്കില്ല എന്നുകൂടിയാണ് ഹയ്യ പറയുന്നത്. യുദ്ധാനന്തര ഗാസ ക്രമീകരണങ്ങളിൽ ഹമാസിന് പങ്കില്ലെന്ന് ഇസ്രായേലും അമേരിക്കയും പറയുന്നുണ്ട്. ശനിയാഴ്ചയും ഗാസയിൽ ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു. 20ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും ഈ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 18-നാണ് ഇസ്രായേൽ ഗാസയിൽ ബോംബാക്രമണവും കരയുദ്ധവും ഒക്കെ പുനരാരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.